മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ നിയമപരമായി നിലനിൽക്കുമെന്ന് ഹൈക്കോടതി. സെഷൻസ് കോടതികളെ സമീപിച്ചില്ലെങ്കിലും വിഷയം ഹൈക്കോടതിക്ക് പരിഗണിക്കാം. മുൻകൂർ ജാമ്യാപേക്ഷകൾ സെഷൻസ് കോടതികളാണ് പരിഗണിക്കേണ്ടത് എന്ന് അടുത്തിടെ സുപ്രീം കോടതി നിരീക്ഷിച്ചിരുന്നു. അഹമ്മദ് മുസ്തബയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നത്. മുസ്തബ, സൈഫുദ്ദീൻ, സമീപകാലത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു വിമർശനം വന്നത് മുൻകൂർ ജാമ്യാപേക്ഷകൾ നേരിട്ട് പരിഗണിക്കുന്നത് കേരള ഹൈക്കോടതിയുടെ ഒരു സ്ഥിരം രീതിയാണെന്നുള്ള രൂപത്തിലുള്ള ഒരു വിമർശനം. പ്രത്യേകിച്ച് കേരള ഹൈക്കോടതി ജാമ്യം തള്ളിയ ഒരു കേസിൽ അത് സുപ്രീം കോടതിയിൽ എത്തിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വിമർശനം ഉണ്ടായത്. സ്വാഭാവികമായും ഹൈക്കോടതികളിൽ നിന്ന് പല കേസുകളിലും മുൻകൂർ ജാമ്യാപേക്ഷകൾ നൽകുന്ന രീതിയെ തന്നെ സുപ്രീം കോടതിയുടെ ബെഞ്ച് വിമർശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. ആ രൂപത്തിലുള്ള വിമർശനം നിലനിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം ഹണി ട്രാപ്പ് കേസിൽ ഉൾപ്പെട്ട യുവതി നൽകിയ പരാതിയിൽ ഒരു IT വ്യവസായിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്തത്. പക്ഷേ ആ ഉത്തരവിൽ കൃത്യമായി തന്നെ ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട മെറിറ്റ് പരിഗണിക്കുന്നതിനോടൊപ്പം തന്നെ ഹൈക്കോടതി വളരെ വിശദമായി പരിശോധിച്ചത് ഈ സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണത്തിന്റെ, വിമർശനത്തിന്റെ, പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം കേസുകൾ പരിഗണിക്കാൻ അല്ലെങ്കിൽ അത് നിയമപരമായി ഹൈക്കോടതികൾ നിലനിൽക്കുമ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷകൾ സെഷൻസ് കോടതിയെ സമീപിച്ചിട്ടില്ലെങ്കിൽ പോലും ഹൈക്കോടതികൾക്ക് അത്തരം വിഷയങ്ങൾ പരിഗണിക്കാൻ, നേരിട്ട് ഹൈക്കോടതികൾക്ക് പരിഗണിക്കാൻ കഴിയുമോ എന്നത് വളരെ വിശദമായി തന്നെ ആ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. അതിൽ ഹൈക്കോടതി വ്യക്തമാക്കിയത്, ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് വ്യക്തമാക്കിയത്, സെഷൻസ് കോടതികളെ സമീപിക്കണോ ഹൈക്കോടതികളെ സമീപിക്കണോ എന്നുള്ളത് കക്ഷികളുടെ വിവേചനാധികാരമാണ്. BNSSന്റെ 482 വകുപ്പ് പ്രകാരം അത് ഹൈക്കോടതികൾക്ക് പരിഗണിക്കാൻ കഴിയും. ഇത്തരം മുൻകൂർ ജാമ്യാപേക്ഷകൾ ഹൈക്കോടതികളിൽ നിലനിൽക്കും. അതനുസരിച്ച് ഹൈക്കോടതികൾക്ക് ഉചിതമായ തീരുമാനമെടുക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ മുൻകാല സുപ്രീം കോടതികളുടെ അതല്ലെങ്കിൽ സമാനമായ മറ്റു സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതികളുടെ ഒക്കെ വിധികളെ അത് ബൈൻഡിംഗ് പ്രസിഡൻസ് എന്നാണ് അതിനകത്ത് നിയമപരമായുള്ള ഒരു ടേം. ആ ടേം അനുസരിച്ച് അത് കൃത്യമായി തന്നെ ആ ഉത്തരവിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് വേലു ബാലകൃഷ്ണന് അന്ന് ആ ഹർജി ഹൈക്കോടതി മുൻകൂർ ജാമ്യം ഹർജി പരിഗണിക്കുകയും അതിനനുസരിച്ച് ആ ഹർജി അന്ന് വേണു ബാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. പക്ഷേ പരിഗണിക്കാൻ തന്നെ കഴിയുമോ അല്ലെങ്കിൽ നിയമപരമായി ആ ഹർജി നിലനിൽക്കുമോ എന്നുള്ളതായിരുന്നു ഹൈക്കോടതി വളരെ പ്രധാനമായി പരിശോധിച്ച ഒരു ഭാഗം. എന്തായാലും അതിൽ തെല്ലിട സംശയമില്ലാതെ സമാനമായ മറ്റു ഹൈക്കോടതികളുടെയും സുപ്രീം കോടതികളുടെയും ഒക്കെ ഇത്തരം കേസുകളെ കൂടി ആസ്പദമാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി ഇത്തരം നിരീക്ഷണത്തിലേക്ക് വന്നിരിക്കുന്നത്.